ഫൈബർ വഞ്ചികളിൽ നിന്ന് വരയൻകുടുത ഇറക്കണത് കണ്ടുകൊണ്ടാണ് ഞാൻ ഹാർബറിലോട്ട് എത്തിയത്. സ്റ്റോറിൽ നിന്ന് ഓരോ ക്രേറ്റുകളിലാക്കിയിട്ട് വരയൻകുടുത കയറ്റും. ഐസ് മാറ്റിയിട്ട് അത് തിരിഞ്ഞ് കണ്ടെയ്നറുകളിലാക്കിയിട്ട് അവർ നേരെ ചില്ലറ വിൽപ്പനക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകും. എന്നാൽ പിന്നെ ചില്ലറ വിൽപ്പന എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി അവരുടെ പുറകെ ഞാൻ വെച്ച് പിടിച്ചപ്പോൾ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് നല്ല വലിയ വലിയ ഓലക്കൊടി, തെരണ്ടി പോലുള്ള സംഭവങ്ങൾ മൊത്തം. എല്ലാ ദിവസത്തെയും പോലെ ഇന്ന് അവിടെ ഇറങ്ങിയ ഓലക്കൊടിയും നല്ല സൈസ് സാധനങ്ങളായിരുന്നു. തെരണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിയ തെരണ്ടിയാണ് ഇറങ്ങിയേക്കണത്. ആ ഓലക്കൊടിയുടെ വലിപ്പം നിങ്ങൾ നോക്കി, ആ ചത്തുമലച്ച് കിടക്കണ തെരണ്ടിയുടെ വലിപ്പം നിങ്ങൾ നോക്കി. അങ്ങനെ ഒരുപാട് ഓലക്കൊടികളും തെരണ്ടികളും വരയൻകുടുതയൊക്കെ ഇട്ട് സമ്പുഷ്ടമായിരുന്നു അന്നത്തെ ചില്ലറ കച്ചവടം. പക്ഷെ അവിടെ ഈ കിടന്ന തെരണ്ടിയും ഓലക്കൊടിയും കുടുതയും മാത്രമായിരുന്നില്ല, പാമുള്ളൻ, കലവ, അതേപോലെ ചെറിയ ചെറിയ മീനുകൾ ഇഷ്ടം പോലെ വേറെ ചില്ലറ കച്ചവടം ഉണ്ടായി. ഇത് കണ്ട ഇന്നപ്പോൾ എന്താണ് അറിക്കിറങ്ങിയില്ലെന്നും കരുതി ഞാനിങ്ങനെ നോക്കണ സമയത്തായിരുന്നു നല്ല മതിച്ചറിക്കുക QMFകാർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. തൊട്ട് സൈഡിൽ നല്ല അടിപൊളി കൊഞ്ചുകളും. മീൻ പൊതുവെ എല്ലായിടത്തും ഭയങ്കര കുറവായിരുന്നു. അപ്പോഴാണ് ഞാനൊരു തിളങ്ങണ വറ്റ കണ്ടത്. നോക്കിയേ ആ വറ്റ എങ്ങനെയുണ്ട് സാധനം. ഇത്രയും ഫ്രഷ് സാധനം വേറെ അടുത്തെങ്കിലും കിട്ടൂല. എല്ലായിടത്തും കാണാം മീൻ മൊത്തം ഈ നെയ്മീനും അതേപോലെ ഓലക്കൊടി, തെരണ്ടി, സ്രാവ് പോലുള്ള മീനുകളാണ്. വെറൈറ്റി മീനുകളൊന്നും നിങ്ങളെ കാണിക്കാനില്ലേ എന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് എൻ്റെ മുന്നിൽ മൂങ്ങ വന്ന് വെട്ടത്. ഇതാണ് മൂങ്ങ. നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് നോക്കിയേ. അതിൻ്റെ തല കണ്ട എവിടെയെങ്കിലും ഒരു തവളയുടെ ഒരു ലുക്കൊക്കെ നമുക്ക് തോന്നും. പക്ഷേ സാധനത്തിന് വിളിക്കുന്ന പേര് മൂങ്ങ എന്നാണ്. മൂങ്ങ ചായ്ക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം ഇതിൻ്റെ മുള്ളിനൊരു കീറ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ല നല്ല സുഗൂരികളോടെ കട്ട് കഴിച്ച് പണ്ടരും. പിന്നെ ഞാൻ അങ്ങാടും ഇങ്ങാടൊക്കെ നടന്നപ്പോൾ അവർ വല പൊക്കണത് കണ്ട് ഉടക്ക് വല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവർ മീനെ പിടിക്കാനായിട്ട്. അതെടുക്കാൻ വന്നേക്കണാണ് അവർ. അതിനകത്ത് അവർക്ക് കിട്ടിയിട്ടുണ്ട്. കൂരിയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാൻ നോക്ക്, ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കൂരിയാണ് അവർക്ക് കിട്ടിയേക്കണം മീൻ. വേറെ പണിയില്ലാണ്ട് കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ പരുന്ത് വന്ന് അവിടെ ഇരിപ്പുണ്ട്. കുട്ടൻ ചേട്ടൻ പരുന്തിൻ്റെ വീഡിയോ സാഹസികമായി എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ പരുന്തിൻ്റെ വീഡിയോയും കൂടി എടുത്തു കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പണിയൊക്കെ തീർന്നു. അങ്ങനെ അന്നത്തെ ദിവസവും അങ്ങോട്ട് തീർന്നു. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് ഞാൻ പിന്നൊരു ദിവസം വരാം. ഇപ്പോൾ പോണ്. ബൈ.